എല്ലാവർക്കും ഉണ്ടക്കണലിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു നല്ലൊരു കേക്ക് ഉണ്ടാക്കാം. ഓവനില്ലാതെ നമുക്ക് അടുപ്പിൽ വെച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നല്ലൊരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുക്കാം. ആദ്യം മൈദാമാവ് എടുക്കാം. മൈദാമാവ് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കണം. മൈദാമാവ് ആവശ്യത്തിന് നമ്മൾ അളന്ന് 2 കപ്പ് മൈദാമാവ് ഇട്ടു. 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് ബേക്കിംഗ് സോഡ ഇടാം. അതൊരു 1/2 സ്പൂൺ ഇട്ടാൽ മതി, കൂടുതലിടണ്ട. 1/2 സ്പൂൺ സോഡാപ്പൊടി ഇട്ടു. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ അരിച്ചെടുക്കണം. അരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ കട്ടയൊന്നും ഇല്ലാതെ അത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഇട്ട ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ അതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. നല്ല പൊടിയായിട്ട് നല്ലപോലെ അരിച്ചെടുക്കണം. പറ്റുമെങ്കിൽ 2-3 വട്ടം അരിച്ചെടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായി കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്, ലൈക്ക് ചെയ്യണം. നല്ലൊരു കേക്കാണിത്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക്. ഇനി നമുക്ക് 3 മുട്ട എടുക്കാം. മുട്ടയെടുത്ത് നമുക്ക് നല്ലതുപോലെ അടിച്ച് നല്ല പതപ്പിച്ചെടുക്കണം. മുട്ട എത്രത്തോളം പതപ്പിച്ചെടുക്കാവോ അത്രയും കേക്ക് സോഫ്റ്റ് ആയിരിക്കും. 3 മുട്ട എടുക്കാം നമുക്ക്. മുട്ട ഒരെണ്ണം എണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്ക് 3 മുട്ട എടുത്തു. ഇനി നമുക്കത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചടിക്കണം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചായാലും ബിസ്ക് വെച്ചായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് മുട്ടയുടെ മണം അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. കേക്കിന് നല്ല മണവുമായിരിക്കും. മുട്ടയുടെ മണം വലുതായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യത്തില്ല. വാനില എസൻസ് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് രണ്ടും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല പതപ്പിച്ചെടുക്കാം. നല്ലതുപോലെ പതപ്പിച്ചെടുക്കണം, നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. കണ്ടല്ലോ, ഇതേപോലെ നല്ലതുപോലെ പതപ്പിച്ച് കുറച്ച് നേരം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം. നല്ലതുപോലെ പതപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ മിക്സ് ചെയ്യാൻ. ഇപ്പം നല്ലതുപോലെ പതഞ്ഞ് വരുന്നുണ്ട്. കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് നല്ല പതഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പഞ്ചസാര നമ്മൾ അളവെടുക്കുന്ന പാത്രത്തിൽ 2/1 ഭാഗം പഞ്ചസാര എടുത്ത് നല്ലതുപോലെ പൊടിച്ചിട്ടാണ് നമ്മൾ അളക്കേണ്ടത്. പൊടിച്ചിട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ആ പഞ്ചസാര നല്ലതുപോലെ ഈ മുട്ടയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് അതും ഇട്ട് നല്ല പതപ്പിച്ചെടുക്കണം. പഞ്ചസാര മുഴുവൻ അലിഞ്ഞ് ചേരണം നല്ലതുപോലെ. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് അത് പെട്ടെന്ന് അലിയും. പൊടിക്കാത്ത പഞ്ചസാരയാകുമ്പം അലിയാൻ പാടാണ്, അതുകൊണ്ടാണ് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം അതിൽ. അപ്പോൾ പഞ്ചസാര നല്ലതുപോലെ അതിലടിച്ച് നല്ലതുപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് മാവിട്ട് കൊടുക്കാൻ. മാവിട്ട് കൊടുത്തിട്ട് നമ്മൾ ബീറ്റർ കൊണ്ട് അടിക്കേണ്ട കാര്യമില്ല. നല്ലതുപോലെ ഇളക്കിയെടുത്താൽ മതി. മാവിട്ടിട്ട് ബീറ്റർ കൊണ്ട് അടിക്കേണ്ട. അത് നല്ല സോഫ്റ്റായിട്ട് പതുക്കെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അത് അമങ്ങിപ്പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കി കട്ടയൊന്നും കെട്ടാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കിയെടുക്കണം. മാവ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാ മാവും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. കുറച്ചായിട്ട് മാവിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. അപ്പോഴേ കേക്ക് ശരിയായി വരത്തുള്ളൂ. അല്ലെങ്കിൽ മാവെല്ലാം കൂടെ കട്ടയായിപ്പോവും. അതുകൊണ്ട് നമ്മൾ പതുക്കെ കുറച്ച് മാവായിട്ടിട്ട് ഇളക്കി നല്ല വൃത്തിയായിട്ട് എല്ലാം കൂടെ മിക്സായി നല്ല നീറ്റായിട്ട് ഇളക്കിയെടുക്കണം. നമ്മളത് ഒഴിക്കുമ്പോഴത്തേക്കും ഒരു റിബൺ പോലെ വരണം. ആ രീതിയിൽ വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാൻ. അപ്പോൾ നല്ലതുപോലെ ഇളക്കിയെടുക്കാം നമുക്ക്.
അഥവാ നമുക്കത് ലൂസ് പോരാ എന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് കട്ടി കൂടിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു മുട്ട കൂടെ ചേർക്കുകയാണെങ്കിൽ അത് കറക്റ്റ് അളവായിരിക്കും. നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും കട്ട കെട്ടത്തില്ല, കട്ടയില്ലാതെ ഇളക്കി എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പാല് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം, കൂടിപ്പോരുത്, സൂക്ഷിച്ച് ഒഴിച്ച് കൊടുക്കണം. ആദ്യം ഒരു 3-4 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പരുവത്തിന് ബാക്കിയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്, ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതൊരു 1/4 കപ്പ് ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എല്ലാം കൂടെ നല്ല മിക്സ് ആവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട്, അത് ഇളക്കുമ്പോൾ ഒരു സൈഡിലോട്ട് മാത്രം നമ്മൾ ഇളക്കുക, 2 സൈഡിലോട്ടും ഇളക്കരുത്. ഇതിനിടയ്ക്ക് ഞാൻ പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ. അത് കേക്ക് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ അത് ചൂടാവാൻ വെക്കണം. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ട്രേക്കകത്ത് എണ്ണ തേക്കാം. വെളിച്ചെണ്ണ തേക്കരുത്, ഓയിലോ നെയ്യോ തേച്ച് നല്ലതുപോലെ തേച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് മാവിട്ട് കൊടുക്കണം. മൈദാ മാവിട്ട് കൊടുത്ത് എല്ലാ സ്ഥലത്തും അത് പറ്റുന്ന രീതിയിലൊന്ന് തട്ടിയെടുക്കണം. മാവ് നല്ലതുപോലെ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ തട്ടിയെടുക്കുക. നമ്മൾ വെച്ച് കൊടുക്കുന്ന പാത്രത്തിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു ചെറിയൊരു തട്ടും വെച്ചിട്ട് വേണം നമ്മൾ ഈ പാത്രത്തിൽ കേക്ക് ഒഴിച്ച് വയ്ക്കാൻ. അപ്പോൾ നമുക്ക് ട്രേയിലേക്ക് ഒഴിക്കാം മാവ്. കണ്ടില്ലേ, മാവ് നല്ലതുപോലെ നല്ല റിബൺ പോലെ പൊട്ടാതെ ഒഴുകി വീഴുന്നുണ്ട്. അതേ കണക്കിരിക്കണം മാവ്. നല്ലതുപോലെ ഒഴിച്ചെടുക്കണം. മാവ് മുഴുവൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ട്രേ നിറയെ മാവ് ഒഴിക്കരുത് നമ്മൾ. മാവ് ഒരു പകുതിയേ വരാൻ പാടുള്ളൂ. നിറഞ്ഞു പോയാൽ കേക്ക് പൊങ്ങി വരുമ്പം പാത്രത്തിൻ്റെ വെളിയിൽ പോവും. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തട്ടണം. അതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട് നല്ലപോലെ തട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് എല്ലാം പോയില്ലെങ്കിൽ കേക്ക് എടുക്കുമ്പോൾ കേക്കിൽ ഇങ്ങനെ ഓരോ ഹോളായിട്ട് കിടക്കും. കേക്ക് മുറിക്കുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ നല്ല വൃത്തിയായിട്ട് തട്ടിയെടുക്കണം. എന്നിട്ട് നമുക്കത് ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കാം. കുറച്ച് നട്ട്സ് എടുത്ത് നട്ട്സിനകത്ത് അണ്ടിപ്പരിപ്പിനകത്ത് കുറച്ച് മൈദ മാവിട്ടൊന്ന് ആ പൊടി ഇട്ടിട്ട് ഇടുമ്പോൾ അത് താന്നു പോകത്തില്ല, മേളിൽ തന്നെ ഇരിക്കും. അതിന് വേണ്ടിയാണ് പൊടി ഇട്ടിട്ട് നമ്മൾ വയ്ക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ബദാം ഉണ്ടെങ്കിൽ ബദാം, മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ മുന്തിരിങ്ങ, എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് അലങ്കരിക്കാം. അതെല്ലാം നമ്മുടെ ഇഷ്ടം, നമ്മുടെ കയ്യിലുള്ളത് കണക്ക്. അങ്ങനെ വെച്ച് നട്ട്സ് എല്ലാം വെച്ച് എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസിലേക്ക് വെച്ചു. ഇനി നമുക്ക് അടയ്ക്കാം. അടപ്പിൻ്റെ മേലെ ഞാൻ പേപ്പർ വെച്ചിരിക്കുന്നത് അതിൽ ഈർപ്പം പിടിക്കാതിരിക്കാനാണ്. ആ ഹോളിൽ നമ്മളൊരു പേപ്പർ വെക്കണം. അങ്ങനെ കേക്ക് ഇതാ പതുക്കെ പതുക്കെ പൊങ്ങി വരുന്നുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ വെന്തിട്ടില്ല, കേക്ക് വെന്തിട്ടില്ല, അതാണ് അതിലൊട്ടിയത്. അപ്പോൾ നമ്മൾ കുറഞ്ഞതൊരു 40 മിനിറ്റെങ്കിലും അത് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ കേക്ക് ഇതാ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി നമുക്ക് പുറത്തെടുക്കാം.
പുറത്തെടുത്തു. ആ, എങ്ങും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. നല്ല സുന്ദരമായിട്ട് നല്ല കേക്ക്. ആ, ഇളകാനും ഒന്നും ഒരു പാടും ഇല്ലായിരുന്നു. അടിയൊന്നും കരിഞ്ഞിട്ടില്ല. നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കേക്ക് റെഡി. അപ്പോൾ ശരി, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. കൊണ്ടകണം, പോട്ടെ, ബായ്.